നമസ്കാരം, ചിലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് കേരളത്തിന്റെ അപ്പോയിന്റ്മെന്റ്സ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യയുടെ അപ്പോയിന്റ്മെന്റ്സ് നോക്കിയിരുന്നു. അതിൽ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുറച്ച് പേര് മാറിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. കേരളത്തിൽ അധികം മാറിയിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒന്നേന്ന് ആദ്യം മുതൽ ആരൊക്കെയാണ് ഏതൊക്കെ പദവികളിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിന്ന് നിയമനങ്ങളാണ് നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് എല്ലാ അപ്പോയിന്റ്മെന്റ്സുകളും ആരൊക്കെയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ പദവികളാണ് പഠിക്കേണ്ടതെന്ന് അറിയാത്തവരുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇതിൽ എല്ലാ പദവികളും ഒന്ന് ജസ്റ്റ് നോക്കി പോകുന്നുണ്ട് കേട്ടോ. അവരുടെ പേരുകൾ ചിലപ്പോ അപ്ഡേറ്റ് ആയതായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പഴയതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ അപ്ഡേറ്റ് ആവുന്നത് നമ്മൾ അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലരൊക്കെ മാറിയിട്ടുണ്ട്, ബാക്കി എല്ലാവരും പഴയത് തന്നെയാണ്. നമുക്ക് നോക്കാം. അപ്പം ഒന്ന് കേരള ഗവർണറാണ്. ഇപ്പൊ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് നമ്മുടെ ഗവർണർ. 23rd ഗവർണർ, 23rd കേരള ഗവർണറാണ് ആര്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദേശം ഗോവയാണ് കേട്ടോ. അപ്പൊ ചില എക്സാംസിനൊക്കെ അങ്ങനെ ചോദിച്ചു വരുന്നുണ്ട്, എവിടെ നിന്നാണ് ജന്മദേശമൊക്കെ ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ വരുമ്പോഴേ അങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കേരള ഗവർണർ 23ാമത് കേരള ഗവർണർ ആരെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, അതങ്ങനെ എഴുതാം. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് നമ്മുടെ ഗവർണർ. കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പർ കൂടെ ഒന്ന് വായിച്ചു. അപ്പം ഒരുപാട് പുതിയ പേരുകൾ, അതായത് എന്നും ഇങ്ങനെ പേരുകൾ, ഇപ്പൊ ഗവർണറുടെ വാർത്ത വായിക്കുമ്പോൾ ഇപ്പൊ ഗവർണറുടെ പേര് കേട്ട് നമുക്ക് അത് പേര് ഓർക്കാൻ പറ്റും. മാത്രമല്ല എല്ലാ പദവികളിൽ ഇരിക്കുന്നവരുടെ പേരുകളും ന്യൂസ് പേപ്പറിൽ വരുന്നത് കൊണ്ട് നമുക്ക് ആ പേരൊന്ന് ജസ്റ്റ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നും ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമുക്ക് മുഖ്യമന്ത്രി നമുക്കറിയാം പിണറായി വിജയനാണ്. അപ്പൊ ധർമ്മടം മണ്ഡലമാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അദ്ദേഹം നോർത്ത് പറവൂർ മണ്ഡലമാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജംദാർ ആണ്. അത് 39th ആണ്. മഹാരാഷ്ട്രയാണ് അദ്ദേഹത്തിന്റെ ദേശം. അപ്പം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. 23ാമതാണ്. മുഖ്യമന്ത്രി നമുക്കറിയാം പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ എക്സാംസിനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചോദിക്കാറുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ഓർത്തു വയ്ക്കുക. എത്രാമതാണെന്ന് കൂടെ ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത 24ാമത് നിയമസഭാ സ്പീക്കറാണ് AN ഷംസീർ. തലശ്ശേരി MLA ആണ്. അപ്പൊ നിയമസഭാ സ്പീക്കറാണ് AN ഷംസീർ എന്ന് പറയുന്നത്. തലശ്ശേരി MLA ആണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. അടൂർ മണ്ഡലം. മണ്ഡലമാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം ഇടയ്ക്ക് മണ്ഡലമൊക്കെ ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതുകൊണ്ടാണ് മണ്ഡലം കൂടി പറഞ്ഞു പോകുന്നത്. അടുത്ത പ്രോട്ടീം സ്പീക്കർ നോക്കുക, PTA റഹീമാണ്. കുന്നമംഗലം MLA ആണ്. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. അത് കേന്ദ്രത്തിലാണെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കും. നമ്മുടെ സ്റ്റേറ്റിൽ വരുമ്പോഴത്തേനും അത് മുഖ്യമന്ത്രി ആയിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, നമുക്കറിയാം. ഓക്കെ. അപ്പൊ വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ ആണ് കേട്ടോ. വൈസ് ചെയർമാൻ, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുമ്പോൾ VK രാമചന്ദ്രനാണ് വരുന്നത്. അപ്പോ ഒന്നുകൂടി നോക്കാം. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ആണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. പ്രോട്ടീം സ്പീക്കർ എന്ന് പറയുന്നത് PTA റഹീമാണ്. ഇതൊന്നും മാറ്റമില്ലാത്തത് കൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അല്ലാത്തവർ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. അതുപോലെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. എപ്പോഴും അത് മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും. വൈസ് ചെയർമാൻ VK രാമചന്ദ്രനാണ്. ഓക്കെ. അടുത്ത 15ാം കേരള നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ്. അപ്പൊ ഇത് 15ാം കേരള നിയമസഭയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ PSC അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ആണ് ഇരുന്നത് സണ്ണി ജോസഫ് ആണ് കേട്ടോ. നമ്മള് ഇന്ത്യയുടെ പദവികൾ പഠിച്ചപ്പോഴും പറഞ്ഞില്ലേ, KC വേണുഗോപാലിന്റെ കാര്യം, അവിടുത്തെയാണ്. അപ്പൊ അവിടുത്തെ പഠിക്കുക, ഇവിടത്തെയും പഠിക്കുക കേട്ടോ. പിന്നെ 49ാമത് ചീഫ് സെക്രട്ടറി ആണ് ശാരദാ മുരളീധരനാണ്. ശാരദാ മുരളീധരൻ IAS ആണ് കേട്ടോ. 49ാമത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ്. അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ നോക്കുക, K ഗോപാലകൃഷ്ണക്കുറുപ്പ്. ആരാണ്? K ഗോപാലകൃഷ്ണക്കുറുപ്പാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. കേരള ലോകായുക്ത ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. R അനിൽകുമാർ ആണ് കേട്ടോ. R അനിൽകുമാർ. ഇതൊന്നും മാറ്റമില്ല കേട്ടോ. കുറച്ച് കാലമായിട്ട് ഇവര് തന്നെയാണ്. സോ അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. പിന്നെ നിയമസഭാ ചീഫ് വിപ്പ് N ജയരാജ്. ആരാണ്? N ജയരാജ് ആണ് ചീഫ് വിപ്പ് എന്ന് പറയുന്നത്. അടുത്ത് പോലീസ് മേധാവി, 35ാമത് പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഇപ്പോഴത്തെ നമ്മുടെ പോലീസ് മേധാവി എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ചോദിക്കുന്നതാണ് ധനകാര്യ കമ്മീഷനാണ് കേട്ടോ. ഇപ്പോഴത്തെ എത്രാമത്തെയാണ്? 7ാമത് ധനകാര്യ കമ്മീഷനാണ് കേട്ടോ. സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് കേട്ടോ.
KN ഹരിലാലാണ്. 6ാമത് ആരായിരുന്നു? SM വിജയാനന്ദ് ആയിരുന്നു. 7ാമതാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണെന്ന് വെച്ചാൽ KN ഹരിലാലാണ് കേട്ടോ. അതുപോലെ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥിരമായിട്ട് തിരഞ്ഞെടുപ്പ്, വിവരാവകാശമൊക്കെ, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശമൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഷാജഹാൻ IAS ആണ് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വരുന്നത്. അതുപോലെ ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ പേരാണ് രത്തൻ U കേൽക്കർ IAS. അത് അടുത്ത് കഴിഞ്ഞിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ്, അലക്സാണ്ടർ തോമസ് ആണ് നിലവില്. പിന്നെ വിവരാവകാശ കമ്മീഷൻ ആണ് V ഹരിനാരായണ കേട്ടോ. V ഹരിനാരായണ നമ്മളെ റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ. അടുത്ത് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിയാണ്. ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് ഈ 5 എണ്ണവും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ എക്സാംസിനും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുക എല്ലാത്തിനെയും. തിരഞ്ഞെടുപ്പ്, വിവരാവകാശം, മനുഷ്യാവകാശം, അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഷാജഹാൻ IAS ആണ്. ഷാജഹാൻ IAS പറയാ. അടുത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ U കേൽക്കർ IAS ആണ്. അടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് അലക്സാണ്ടർ തോമസ് ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വരുന്നത് V ഹരിനായർ ആണ് കേട്ടോ. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാരാണ്? P സതീദേവി. ഇതൊക്കെ കഴിഞ്ഞ LDC ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ വീണ്ടും കുറച്ച് കമ്മീഷൻ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ ആണ് വരുന്നത്. പിന്നെ യുവജന കമ്മീഷൻ ചെയർമാൻ, ഇത് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, M ഷാജർ ആണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. M ഷാജർ ആണ് യുവജന കമ്മീഷൻ. പിന്നെ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ VS മാവോജി വരുന്നുണ്ട്. പിന്നാക്ക വിഭാഗമാണെങ്കിൽ ജസ്റ്റിസ് G ശശിധരൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വിജിലൻസ് കമ്മീഷണർ, നമ്മൾ ഇന്ത്യയിൽ പഠിക്കുമ്പോൾ CBC പഠിക്കത്തില്ലേ, അതുപോലെ ഇവിടെ വിജിലൻസ് കമ്മീഷൻ ഡയറക്ടർ TK വിനോദ് കുമാർ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, വിവരാവകാശം, മനുഷ്യാവകാശം ഉറപ്പായിട്ടും നോക്കി വെക്കണം. അതുപോലെയുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ബാലാവകാശ കമ്മീഷനാണ് KV മനോജ് കുമാർ. ചിലപ്പോൾ ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാം. യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ ആണ്. പട്ടികജാതി പട്ടികവർഗമാണെങ്കിൽ BS മാവോജി. പിന്നാക്ക വിഭാഗം കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരനാണ് വരുന്നത്. അതുപോലെ വിജിലൻസ് കമ്മീഷൻ ഡയറക്ടർ വരുന്നത് TK വിനോദ് കുമാർ ആണ് കേട്ടോ. ഇതുകൊണ്ട് പഠിക്കാൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സത്യനാണ്. അതുപോലെ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീനയാണ് വരുന്നത്. പിന്നെ PSC എഴുതുന്നവര് ഉറപ്പായിട്ടും ഓർത്തിരിക്കേണ്ടതാണ് ഡോക്ടർ MR ബൈജു PSCയുടെ ചെയർമാൻ ആണ്. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജർ ആണ് വരുന്നത്. ശുചിത്വ മിഷൻ ഡയറക്ടർ ആരാ വരുന്നത്? ശാരദ മുരളീധരനാണ് വരുന്നത്. പിന്നെ കുറച്ചുകൂടി ഉണ്ട്, ചലച്ചിത്ര അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള്, അതൊക്കെ ചോദിക്കാറുണ്ട്. ഈ ചലച്ചിത്ര അക്കാദമി, ഫോക്ലോർ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ആണ്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വരുന്നത് K സച്ചിദാനന്ദനാണ് വരുന്നത്. പിന്നെ സംഗീത നാടക അക്കാദമി ചെയർമാൻ വരുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ഇതൊന്നും മാറ്റമില്ലാതെ തുടർന്ന് പോകുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഒന്നേന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഏതൊക്കെ പദവികൾ പഠിക്കണം എന്നറിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാ പദവികളും പറഞ്ഞു പോകുന്നത്. ബാക്കി മാറ്റമില്ല. സോ അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ചിലരൊക്കെ മാത്രമേ മാറിയിട്ടുള്ളൂ. അതുപോലെ ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. OS ഉണ്ണികൃഷ്ണൻ. അപ്പൊ നമ്മുടെ വേറെ എന്തൊക്കെയാ പഠിച്ചത്? ബാലാവകാശ കമ്മീഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെയാണ് കേട്ടോ. പിന്നെ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു, അത് മറക്കരുത്. ചലച്ചിത്ര അക്കാദമി കമ്മീഷൻ ചെയർമാൻ പ്രേംകുമാറാണ്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ K സച്ചിദാനന്ദനാണ് വരുന്നത്. സംഗീത നാടക അക്കാദമി ചെയർമാൻ വരുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്താണ് വരുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുണാണ്. പിന്നെ കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരള ബാങ്ക് ചെയർമാൻ V രവീന്ദ്രനാണ്. പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. ഓക്കെ, ചെയർമാൻ ആരാണ്? V രവീന്ദ്രനാണ്. പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ്. ഇത് കേരള ബാങ്കിന്റെയാണ്. നമ്മുടെ പിന്നെ KSRTCയുടെ ചെയർമാൻ MD പ്രമോദ് ശങ്കർ ആണ് കേട്ടോ. ലളിതകലാ അക്കാദമി ആരാണ്? മുരളി ചീരോത്താണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുൺ. കേരള ബാങ്കിന്റെ ചെയർമാൻ V രവീന്ദ്രൻ. പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ്. KSRTC ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ പ്രമോദ് ശങ്കർ ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് കേരളത്തിന്റെ നിങ്ങൾ അത്യാവശ്യം പഠിച്ചു വെച്ചിരിക്കേണ്ട നിയമനങ്ങള്. ഇതിൽ അപ്ഡേറ്റഡ് ആവുന്ന നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പൊ ഒത്തിരി ഉണ്ട്, ഒത്തിരി പേരുകളുണ്ട്. അപ്പം സ്ഥിരമായിട്ട് പഠിക്കുന്നവർക്ക് അതൊരു പ്രശ്നമല്ല. ആരൊക്കെ മാറി എന്നുള്ളത് മാത്രം നമ്മളൊന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്താൽ മതി. അല്ലാത്തവർ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് 1-2 തവണ ഇത് കേട്ടിട്ട്
അല്ലെങ്കിൽ എഴുതി വെക്കുമ്പോൾ കുറച്ചുകൂടി ഓർമ്മയായിരിക്കും, കുറച്ചുകൂടി എഴുതി വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കുക കേട്ടോ. അപ്പം ഇത് ഇത്രയും ആൾക്കാരുടെ പദവികളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ആ പദവികളിൽ നിന്ന് അപ്ഡേറ്റ് ആവുന്നവരുടെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ്, ഒത്തിരി പേരുകൾ നമ്മൾ പറഞ്ഞു പോയി, സ്പീഡിലാണ് പറഞ്ഞു പോയത്, കാരണം ആരും മാറിയിട്ടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇന്ന് വരുന്ന എക്സാംസിന് നമുക്ക് എന്തായാലും എന്തുണ്ട്, ഏതെങ്കിലും ഒരു ചെയർമാനോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോയിന്റ്മെന്റ്സ്, കേരളത്തിന്റെ അപ്പോയിന്റ്മെന്റ്സ് എന്തായാലും ചോദിക്കും, ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. അടുത്ത് വരുന്ന എക്സാംസിന് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.